സായാഹ്ന വന്ദനങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മവരങ്ങൾ എന്നുള്ള വിഷയങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം നമ്മൾ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുകൊണ്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ ചിന്തിച്ച പല സ്ലൈഡുകളും ഇന്ന് ഒരു ആവർത്തനം കൂടെ വരും. എന്നാൽ കഴിഞ്ഞ ആഴ്ച കവർ ചെയ്യാൻ കഴിയാതിരുന്ന 2-3 സ്ലൈഡ്സ് ഉണ്ട്. അതും കൂടെ ഇന്ന് കവർ ചെയ്ത് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോസഫൻ പ്രാർത്ഥനയിൽ ഓർത്ത പോലെ അനേകർ വളരെ താല്പര്യത്തോടുകൂടെ ഈ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. നെറ്റിലൂടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പലരും വളരെ താല്പര്യത്തോടെ സത്യാന്വേഷകരായിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ അനേകർക്ക് പ്രയോജനമാകുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സും അവണ്ണം അനേകർക്ക് പ്രയോജനകരമായി തീരാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ കിട്ടിയ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചതാണ്. പൊതു അന്യഭാഷ, സ്വകാര്യ അന്യഭാഷ, പ്രാർത്ഥനയ്ക്കുള്ള അന്യഭാഷ, ഇങ്ങനെ പലതരം അന്യഭാഷകളുണ്ടോ? സാധാരണ ഇങ്ങനെയൊരു ചോദ്യം വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അന്യഭാഷകൾ ബൈബിളിനനുസരിച്ചല്ലല്ലോ എന്ന് പറയുമ്പോഴാണ്. നമുക്കറിയാം 1 കൊരിന്ത്യർ 14:28-29 ഭാഗങ്ങളിൽ അന്യഭാഷയ്ക്ക് കർശനമായ നിയമങ്ങൾ ദൈവാത്മാവ് വെക്കുന്നുണ്ട്. ഒരു സഭയിൽ ഏറിയാൽ 3 പേര് ഓരോരുത്തരായിട്ട് വ്യാഖ്യാനം നിർബന്ധം. ഈ 3 കണ്ടീഷൻസ് പാലിക്കാതെ അന്യഭാഷ പറയുവാൻ ആർക്കും അവകാശമില്ല. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന അന്യഭാഷകളെല്ലാം ഇതിനെ ലംഘിച്ചുകൊണ്ടാണ്. നമ്മൾ സാധാരണ എവിടെ കണ്ടാലും, ഏത് മീറ്റിങ്ങിന് പോയി കണ്ടാലും ഇതിനെ ലംഘിച്ചുകൊണ്ടുള്ള അന്യഭാഷയാണ്. അതുകൊണ്ട് അത് ബൈബിൾ അനുസരിച്ചുള്ള അന്യഭാഷയല്ല. അപ്പം നമ്മളവരോട് അത് പറഞ്ഞാൽ അതിൽ നിന്ന് തടി തപ്പാനായിട്ട് അവർ പറയും, അങ്ങനെയല്ല, പലതരം അന്യഭാഷകൾ വേദപുസ്തകത്തിലുണ്ട്, ഞങ്ങൾ ഈ പറയുന്ന അന്യഭാഷ വേറെയാണ്, ആ വ്യാഖ്യാനം വേണമെന്നൊന്നും പറഞ്ഞേക്കുന്ന അന്യഭാഷ അല്ല എന്ന് പറയാനായിട്ടാണ് ഈ അന്യഭാഷയെ പലതായിട്ട് തരംതിരിക്കാനും അതിൽ കൂടുതൽ എന്തോ നിഗൂഢതകളൊക്കെ ഉണ്ട് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാനും ശ്രമിക്കുന്നത്. മൂലഭാഷയിൽ അന്യഭാഷയെക്കുറിച്ച് വ്യത്യസ്ത പ്രയോഗങ്ങൾക്ക് ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ പ്രയോഗത്തിൽ അല്പം വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നിയേക്കാം. മൂലഭാഷയിൽ ഒരേ പദപ്രയോഗം തന്നെയാണ്. ഗ്ലോസ എന്ന് പറയുന്ന ആ പദം തന്നെയാണ്, ഒരേ വാക്ക് തന്നെ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേറെ വേറെ അർത്ഥം വരാൻ ഒരിക്കലും സാധിക്കത്തില്ല. അത് ഒരേ വാക്ക് തന്നെയാണ്, ഒരേ അർത്ഥം തന്നെയാണ്. ഗ്രീക്കിലും ഇംഗ്ലീഷിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവയ്ക്കെല്ലാം വ്യാഖ്യാനം നിർബന്ധമാണ്. നമ്മൾ 14:28-29 വായിക്കുന്നത് പോലെ, വ്യാഖ്യാനി ഇല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കട്ടെ, ഒച്ചയുണ്ടാക്കാൻ പാടില്ല, വാ തുറക്കാൻ പാടില്ല, ശബ്ദം ഉച്ചരിക്കാൻ പാടില്ല, മിണ്ടാതെ ഇരിക്കണം, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതാണ് കൽപ്പന. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷ പറയരുത്, ധ്യാനിച്ചുകൊണ്ട് മിണ്ടടങ്ങിയിരിക്കണം. ഇത് കർശനമായ കൽപ്പനയാണ്. ഇത് എല്ലാ അന്യഭാഷകൾക്കും ബാധകമാണ്. ഇവരീ പറയുന്ന സ്വകാര്യ അന്യഭാഷയെക്കുറിച്ച് അവർ പറയുന്നത് അത് ഏകവചന പ്രയോഗമാണ്. എനിക്ക് പ്രൈവറ്റായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ ഒരു കോഡ് ഭാഷ. പക്ഷെ അതേസമയം തന്നെ ഇവരോട് നമ്മൾ കുത്തി ചോദിച്ചാൽ ഈ കോഡ് ഭാഷ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മളൊരു കോഡുണ്ടാക്കിയിട്ട് അത് നമുക്ക് തന്നെ അറിയാതെ അതെങ്ങനെയാണ് കോഡ് ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ പല സാധനങ്ങളും പലപ്പോഴും വളരെ സൂക്ഷിച്ചു വെക്കും, അല്ലേ? വളരെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നമുക്ക് പോലും അത് എവിടാണെന്ന് കണ്ടുപിടിക്കാൻ മേലാതായി പോകും. ശരിയല്ലേ? കൂടുതലങ്ങ് സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് വെച്ച ആളിന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അർത്ഥമറിയാത്ത കോഡ് ഭാഷ. പട്ടാളക്കാർ ഒരു കോഡുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ബംഗ്ലാദേശ് യുദ്ധത്തിൽ മലയാളമായിരുന്നു കോഡായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. കാരണം മലയാളികൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ ആർമി അവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ മലയാളത്തിലായിരുന്നു. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. ഈ മലയാളത്തിൽ ഉള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഭാഷ കൈകാര്യം ചെയ്യുന്നവരെല്ലാം അറിഞ്ഞിരിക്കണം.
ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക്, അയക്കുന്നവർക്കും ലഭിക്കുന്നവർക്കും കോഡ് അറിയത്തില്ലെങ്കിൽ ഒരിക്കലും അതൊരു ഭാഷയാകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ സ്വകാര്യ അന്യഭാഷയാണ്, ഈ കച്ചുപിജ എന്നൊക്കെ പറയുന്നത് സ്വകാര്യ അന്യഭാഷയാണ്, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷേ ഈ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം അറിയാവുന്നവർക്ക് പറയാനും പറ്റത്തില്ല. കാരണം ആരും അറിയുന്നില്ലല്ലോ എന്നും പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ ഇതാർക്കും മനസ്സിലാകുന്നില്ല. പറയുന്ന ആളിന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു കോഡ് ഭാഷ സാധ്യമേ അല്ല. അതിന് ഇംഗ്ലീഷിൽ ജിബറിഷ് എന്നാ പറയുന്നത്. ജിബറിഷ്, വേസ്റ്റ് എന്നൊക്കെ വേണേ പറയാം. അതും ഇതുമൊക്കെ പുലമ്പുക, പുലഭ്യങ്ങള് അല്ലെങ്കിൽ ജൽപ്പനങ്ങള്. എനിക്ക് അർത്ഥമറിയാതെ ഞാൻ പറയുന്നതൊക്കെ ജൽപ്പനങ്ങളാ, ജിബറിഷാ. അപ്പം ജിബറിഷില് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവത്തെ അവമാനിക്കുക. അപ്പൊ അങ്ങനെ ഒരു കോഡ് ഭാഷ പറ്റത്തില്ല. മാത്രമല്ല ഈ 14-ന്റെ 2-ലും 4-ലും ഒക്കെ പറഞ്ഞേക്കുന്ന അന്യഭാഷയുടെ അതേ പദം ഉപയോഗിച്ചാണ് 14-ന്റെ 28-ലും 29-ലും അതിന് പ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറിയാൽ 3 പേര് ഒരാൾ വെച്ച ഒരു സമയത്ത് ഈ പ്രമാണങ്ങള് ഇവരീ പറയുന്ന കോഡ് ഭാഷയ്ക്ക് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ പ്ലൂറൽ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇവര് പൊതുഭാഷ എന്ന് പറയുന്ന അതിനുള്ള വാക്കേ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വാക്കിന്റെ ആ പ്രത്യേക പ്രയോഗം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസ എന്നുള്ള പദം തന്നെയാണ് ഏകവചനം, ബഹുവചനം. അതുപോലെ ഇത് മേരാ മേരി എന്നൊക്കെ പറയുന്നവരുള്ള എൻഡിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 14-ന്റെ 2-ലും 4-ലും പറഞ്ഞിരിക്കുന്ന അതേ പ്രയോഗം തന്നെയാണ് അന്യഭാഷയ്ക്ക് നിർബന്ധമായിട്ടും വ്യാഖ്യാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോഡ് ഭാഷ അസാധ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോഡ് ഭാഷയൊന്നുമില്ല. ഇനിയും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതല്ല. 2 തരം അന്യഭാഷയുണ്ടോ? ഒന്ന് പരസ്യ ഉപയോഗത്തിനും മറ്റൊന്ന് വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കാനും. നമുക്കൊക്കെ സാധാരണ 2 തരം ചെരുപ്പുകളുണ്ടല്ലേ, വീട്ടിലിടാനും വെളിയിൽ ഉപയോഗിക്കാനും. അതുപോലെ ഡ്രസ്സും ഉണ്ട്, വീട്ടിലിടാനും വെളിയിൽ ഉപയോഗിക്കാനും. ഇവർ പറയുന്നത് 2 തരം അന്യഭാഷയുണ്ട്. ഒന്ന് പൊതു ഉപയോഗത്തിനുള്ളത്. ഈ തമിഴ്നാട്ടിലൊക്കെ പച്ചക്കറി നടുമ്പോൾ അവരവർക്ക് കഴിക്കാനും കേരളക്കാർക്ക് വിൽക്കാനും വേറെ വേറെ ഉണ്ടെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ പൊതുവായിട്ട് സഭയില് എല്ലാവരും കേൾക്കാനായിട്ട് ഒരു തരം അന്യഭാഷയുണ്ട്. അത് നിന്നുപോയെന്നൊക്കെ ഇവർ സമ്മതിക്കും. ഇന്നുള്ളത് 2-ാമത്തെ തരമാണ്. ഏതാ 2-ാമത്തെ തരണം? അത് സ്വകാര്യമായിട്ട് വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഷയാണ്. അതാണ് 14-ന്റെ 2-ലും 4-ലും പറഞ്ഞേക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പം അന്യഭാഷയിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും കൊരിന്ത്യർ 14-ാം അധ്യായത്തിലും 2:14 വന്നിട്ടുണ്ട് അല്ലേ, ഉള്ളത് 2 തരം അന്യഭാഷയാണെന്നാണ്. കൊരിന്ത്യർ 12, 14 ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പം അപ്പോസ്തല പ്രവൃത്തിയിലുള്ള പരസ്യ അന്യഭാഷയാണ്. കേട്ടവർക്കെല്ലാം അത് അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. അത് വേറൊരു സാധനമാണ്. ഞങ്ങൾ ഇന്ന് പറയുന്നത് ഇത് സ്വകാര്യ അന്യഭാഷയാണ്. ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഇത്. ഞങ്ങൾ ദൈവത്തോട് മർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവിൽ മർമ്മങ്ങളാണ് പറയുന്നതെന്നൊക്കെ ഇവർ പറയും. അപ്പൊ അതാണ് ഈ ഇവരുടെ സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നിവർ പറയുന്നത്. പൊതു അന്യഭാഷ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഇത് അവരുടെ ഭാഷയുമാണ് ഞാൻ ഇന്നത്തെ ഈ സ്ലൈഡിൽ പറയുന്നത്. പൊതു അന്യഭാഷ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, അന്യഭാഷകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തില് ബൈബിളില് ബഹുവചനമായിട്ട് 25 തവണയും ഏകവചനമായിട്ട് 25 തവണ 50 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പൊതു അന്യഭാഷയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് അന്യഭാഷകൾ എന്ന് വിളിക്കാം, അല്ലെ വിവിധ ഭാഷകൾ എന്ന് വിളിക്കാം എന്നൊക്കെയാ പറയുന്നത്. അപ്പം ഈ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത് പരസ്യമായിട്ട് എല്ലാവരും കേൾക്ക പറയാനുള്ള അന്യഭാഷയാണെന്നാ പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നത് ഇതിന് അന്യഭാഷകളെന്നാണ് പറയുന്നത്. അന്യഭാഷകളാണ്, അന്യഭാഷയല്ല. അന്യഭാഷ വേറെ, അന്യഭാഷകൾ വേറെ.
നമ്മൾ സാധാരണ പറയുമല്ലോ അത് വേ ഇത് റേ എന്നൊക്കെ പറയുന്ന പോലെ അന്യഭാഷകൾ വേറെ അന്യഭാഷ വേറെ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് അന്യഭാഷകൾ എന്നുള്ള ഗണത്തിലാണ് പെടുന്നതെന്ന് അവർ പറഞ്ഞു, പൊതു അന്യഭാഷ. ഇനിയും പരസ്യമായിട്ട് ഉപയോഗിക്കാനാണ് നൽകിയിരിക്കുന്നത്. ദൈവം തന്നേക്കുന്നത് പരസ്യമായിട്ട് പറയാൻ, എല്ലാവരും കേൾക്കാൻ. അവിടെ വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരിക്കും, അതിലൂടെ മർമ്മങ്ങളൊക്കെ വെളിപ്പെടും, അതെല്ലാവർക്കും പ്രയോജനപ്പെടും. അങ്ങനെയുള്ള ഒരു അന്യഭാഷയുണ്ട് എന്നാണ് ഇവരതിന് പറയുന്നത്. ഇനിയും ഇത് പൊതുപ്രയോജനത്തിനായിട്ടാണ് നൽകിയിരിക്കുന്നതെന്ന് അവർ സമ്മതിക്കും. പൊതുപ്രയോജനത്തിനാണ്, ഇതിന് വ്യാഖ്യാനം ആവശ്യമാണ്, അതിൽ അവർ സമ്മതിക്കുന്നുണ്ട്. 14:28 ഒക്കെ പറയുന്ന പോലെ വ്യാഖ്യാനം വേണം. ഇത് സഭയെ പണിയുന്നതിനാണ്, മറ്റു വിശ്വാസികളെ പണിയാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നും അവർ സമ്മതിക്കും. ഇതാണ് പൊതുവായ അന്യഭാഷ. ബഹുവചനമാണ്, അന്യഭാഷകൾ എന്നാണ് അറിയപ്പെടുന്നത്. പരസ്യമായി ഉപയോഗിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതാണ്, പൊതുപ്രയോജനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വ്യാഖ്യാനം ആവശ്യമാണ്, സഭയെ അല്ലെങ്കിൽ സഭയിലുള്ള മറ്റു വിശ്വാസികളെ പണിയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഇവരുടെ പ്രൈവറ്റ് ടങ്ങിലേക്ക് വരാം. അത് സ്വകാര്യ അന്യഭാഷയാണ്, വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിക്കാനുള്ള കോഡ് ഭാഷ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളവരെ കൊണ്ടൊരു കോർണറിൽ നിർത്തുമ്പോൾ, അയ്യോ നിങ്ങളീ പറയുന്നതൊന്നും 14, 28, 29 അനുസരിച്ചല്ലല്ലോ. അവിടെ ഏറിയാൽ 3 പേരല്ലേ ഒരു സമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. അത് ഒരാളായിട്ടല്ലേ പറയാൻ പാടുള്ളൂ. വ്യാഖ്യാനിയില്ലേ, മിണ്ടാതിരിക്കണമെന്നൊക്കെ ഇല്ലേ. അപ്പൊ അവർ പറയുന്നതാണ്, വേറൊരു സൂത്രമുണ്ട്, അത് സ്വകാര്യ അന്യഭാഷയാണ്. 14:2 4 ഒക്കെ പറഞ്ഞേക്കുന്ന അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ രസം എന്നാന്ന് ചോദിച്ചാൽ, ഈ 14:2 4 പറഞ്ഞേക്കുന്ന അതേ വാക്കുപയോഗിച്ച 14:28 വ്യാഖ്യാനം വേണമെന്നും അതുപോലുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്തായാലും അവർ എങ്ങനെയും പറഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെന്താ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയാം. അത് ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് അന്യഭാഷ 28-ലും 29-ലും വ്യാഖ്യാനം വേണമെന്ന് പറഞ്ഞേക്കുന്ന, പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്ന അതും ഏകവചനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ വാദത്തിന് യാതൊരു കഴമ്പുമില്ല. ഇനിയും അതൊരു അജ്ഞാത ഭാഷയാണ്, അന്യഭാഷയാണെന്ന് നിങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇംഗ്ലീഷിലൊക്കെ ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്, അൺനോൺ ടങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അജ്ഞാത ഭാഷയാണ്. അത് എനിക്കും അറിയത്തില്ല, പറയുന്നത് എനിക്കും അറിയത്തില്ല, കേൾക്കുന്നത് നിങ്ങൾക്കും അറിയത്തില്ല, ദൈവത്തിന് അറിയാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അജ്ഞാത ഭാഷ ശരിയാ, ഇംഗ്ലീഷിൽ അൺനോൺ ടങ്സ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ KJV-യിലൊക്കെ നോക്കിയാൽ ആ അൺനോണ് കനം കുറച്ചാണ് എഴുതിയേക്കുന്നത്, ഇറ്റാലിക്സിലാണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ഇറ്റാലിക്സിൽ ഒരെണ്ണം എഴുതുന്നത് എന്തുകൊണ്ടാണ്? അത് ഒറിജിനലിൽ ഇല്ല എന്നാ. ഈ അൺനോൺ എന്നുള്ള പദപ്രയോഗം ഒറിജിനലിൽ ഇല്ല. അന്യഭാഷ എന്നുള്ള അറിയാത്ത ഭാഷയിൽ അജ്ഞാത ഭാഷ എന്നുള്ള ഒരു പ്രയോഗം ബൈബിളിലില്ല. ഇവർ പറയുന്നത് അജ്ഞാത അന്യഭാഷ എന്നൊരു ഭാഷയുണ്ട്. ആ അന്യഭാഷയെക്കുറിച്ച് ആ 14:1-2 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാ, അത് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന്. പക്ഷെ ഈ ഭാഷയെ പറയുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയത്തില്ല. കാരണം ഇതെല്ലാവർക്കും അജ്ഞാതമാണ്. പക്ഷെ ഞങ്ങൾ ഗുലുബിലിസ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് അർത്ഥം മനസ്സിലാകും. ദൈവത്തിന് അർത്ഥം മനസ്സിലാകുമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ്. അതാ ഇവരുടെ വാദം. അതെങ്ങനെയാ പ്രയോജനം വരുന്നേ? ആ പ്രയോജനം ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ചു എന്നുള്ള ഒരഹങ്കാരത്തിൽ നിന്നുള്ള ഒരു പഫിങ് അപ്പാണ്. ശരിയാ, അങ്ങനെ പറയുന്നവർക്ക് തോന്നും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ ദൈവത്തോടാണ് സംസാരിച്ചെന്നൊക്കെ തോന്നുമ്പോൾ അവരുടെ ഉള്ളില് ഒരു വലിയ ഒരു ചീർപ്പ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ചീർപ്പുണ്ടാകുമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. നമുക്കത് വീണ്ടും പരിശോധിക്കാം. അവർ പറയുന്നത് സ്വകാര്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആന്നോ? 3000 പേരുള്ള അല്ലെങ്കിൽ 5000 പേരുള്ള വലിയ ക്യാമ്പയിനിൽ അല്ലേ, സൗഖ്യത്തിനൊക്കെയുള്ള രോഗശാന്തി എന്തോ അതിന് പറയുന്നത് മിറക്കിൾ ലൈഫ് ക്രൂസൈഡ്. ഇങ്ങനെയുള്ള ക്രൂസൈഡുകളിലൊക്കെ 10,000, 5,000, 10,000 പേരിരുന്ന് കലുബില എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെയാ പറയുന്നേ? തമ്പാറിന്റെ ശബ്ദം അനുസരിച്ചാ. ഇതങ്ങോട്ട് അടിച്ച് കൂട്ടി അങ്ങ് മാക്സിമം എത്തുമ്പോഴത്തേക്ക് അന്യഭാഷ മാക്സിമത്തിൽ നിൽക്കും. എന്നിട്ട് അവർ പാട്ട് അങ്ങോട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് മെല്ലെ ഇല്ലാതാകും. പാട്ട് നിർത്തി ഒരു 5
50 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പകുതി പേരായിട്ട് കുറയും. 1 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1/4 പേരാകും. ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും മെല്ലെ ഈ മഴ പെയ്ത് മഴ തീരുകയല്ലേ, നമ്മൾ മഴ പിറക്കുക എന്നൊക്കെ, മഴ പിറന്നു എന്നൊക്കെ പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ മഴ നിൽക്കുന്ന പോലെ മെല്ലെ 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 ഇതങ്ങ് നിൽക്കും. ഇത് നിയന്ത്രിക്കുന്നത് തമ്പാറ, അല്ലെ ഈ ശബ്ദഘോഷമാ, അല്ലെ ഈ വലിയ ആഹ്വാനവും ആർപ്പുവിളിയുമാ. ഇത് ചെയ്യുമ്പോൾ വാസ്തവത്തിലുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന എന്തോ ഒരു അനുഭവം. പക്ഷെ അവർ പറയുന്നത് ഇത് പ്രൈവറ്റാണ്. 5000 പേരിരുന്ന് ഒരുമിച്ച് അതിൽ ഒരു 50% പേരിരുന്ന് ഹളുബിളു ഹുളുബിളു എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രൈവറ്റാണെന്നാണ് പറയുന്നത്, ഉറക്കെ പറയുന്നത്. പണ്ടാരാണ്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കൊരു സംഘഗാനം പാടാൻ പോവാന്ന്, ഞാൻ ഒറ്റയ്ക്കൊരു ഗ്രൂപ്പ് സോങ് പാടാൻ പോവാന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് അത്യുച്ചതിൽ, അത് ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ടാൽ ആ ദിഗന്ധം മുഴങ്ങുന്ന പോലെ, ഈ പ്രകടനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ട് വരുന്ന പോലെ എല്ലാവരുടെയും തൊണ്ടയൊക്കെ അടയ്ക്കും. ഇതാണ് സ്വകാര്യമായിട്ട് പറയുന്ന സാധനം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. എന്തോ ഒരു കോൺട്രഡിക്ഷനാണ്, ഒരു ഓക്സിമോറോൺ അല്ലേ, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത. ഇനിയും ദൈവവുമായി സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്നെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറ്റുമോ? അർത്ഥമില്ലാത്ത ഒരു സന്ദേശം ഞാൻ ദൈവത്തിന് അയച്ചു കൊടുത്തിട്ട് ദൈവത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. എന്തർത്ഥമാണ്? എൻ്റെ ഒരു സന്ദേശം അയച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന അല്ലേ? ഞാനിപ്പം ഡൽഹിക്ക് പോയി, ഞാനിപ്പം ഒരു ടെലഗ്രാം അയച്ചു വീട്ടിലേക്ക്, റീച്ച് സേഫ്ലി, വളരെ ഭദ്രമായിട്ടെത്തി. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ, ടെലഗ്രാം ആയിരുന്നു. റീച്ച് സേഫ്ലി, വളരെ ഭദ്രമായിട്ട് എത്തിച്ചേർന്നു, താങ്ക് ഗോഡ്. ഞാൻ അർത്ഥം ഉദ്ദേശിച്ചാൽ ആ അർത്ഥം കേൾക്കുന്നവർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വാസ്തവത്തിൽ കമ്മ്യൂണിക്കേഷൻ. എനിക്ക് അർത്ഥമൊന്നും അറിയത്തില്ല, ഞാൻ ഹലിബില കുറെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു, അതൊരു സ്വകാര്യ ഭാഷയായിട്ട് ദൈവത്തിന് അർത്ഥം മനസ്സിലാകുന്നു. അപ്പോഴ് ദൈവം വയർലെസ് വഴി എനിക്ക് ഊർജം അയച്ച് ഞാൻ ആത്മീകമായിട്ട് വളരുന്നു. അങ്ങനെ ദൈവത്തിന് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുമോ? ദൈവത്തിന് ഒരു വട്ടത്തിലുള്ള ചതുരം വരയ്ക്കാൻ പറ്റുമോ? ദൈവത്തിന് വട്ടത്തിലുള്ള ചതുരം വരയ്ക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റുമോ? ക്യാൻ ഗോഡ് ഡ്രോ എ സ്ക്വയർ സർക്കിൾ? ചതുരത്തിലുള്ള വട്ടം വരയ്ക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ ഒരു സെന്റർ അയക്കുന്ന ആള് അർത്ഥമറിയാതെ അയക്കുന്ന ഒരു സന്ദേശത്തിന് അർത്ഥം കണ്ടെത്താൻ ദൈവത്തിന് കഴിയുകയില്ല. അപ്പൊ ഇത് ദൈവത്തോടാ സംസാരിക്കുന്നത് പറയുന്ന വാസ്തവത്തില് ഒരു വൈരുദ്ധ്യമാണ്. മാത്രമല്ല, എന്താ ഈ സന്ദേശത്തിലുള്ളത്? ഈ സന്ദേശത്തിലുള്ളത് വാക്കുകളല്ല, കുറെ സിലബിളുകളാ. സിലബിളുകൾ എന്താ സിലബിൾ എന്ന് പറഞ്ഞാൽ? അക്ഷരക്കൂട്ടങ്ങളാ. ഇംഗ്ലീഷിൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ 2 സിലബിളാ. ഇതുപോലെ പല വാക്കിന് പല സിലബിൾസ് ഉണ്ട്. പോയം പോം. പോന്ന് പറയുന്നതും എന്ന് പറയുന്നതും 2 സിലബിളാ. മലയാളത്തിലാണ് ഒരക്ഷരം സാധാരണ ഒരു സിലബിളാ. മലയാളം, മലയാളം എന്നുള്ള വാക്കിന് 4 സിലബിളുണ്ട്. കുറെ സിലബിളുകളെ ചുമ്മാതെ ഒരർത്ഥവുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂട്ടിയിണക്കി അയക്കുക ഇവർ ചെയ്യുന്നത്. ഇത് ഒരു മാനസിക വിഭ്രാന്തിയിൽ ഉണ്ടാകുന്ന ചില അപശബ്ദങ്ങളാണ്. ഇത് ദൈവത്തിന് ഒരിക്കലും അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഇത് ഇവർ പറയുന്നത് ഈ സംസാരിക്കുന്ന ആളിന് ആത്മീക വർധന വരുത്തുന്നെന്ന. പക്ഷേ അങ്ങനെ ആത്മീയ വർധന വരാനായിട്ട് ഇടയാകത്തില്ല. ഇനിയും ഇതിനെ നമുക്ക് വചനാടിസ്ഥാനത്തിലൊന്ന് നോക്കാം. അന്യഭാഷ എന്നുള്ളതിന് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഗ്ലോസ എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതിന് ഭാഷ എന്ന അർത്ഥമേ ഉള്ളൂ. ഈ 2 ഭാഗങ്ങളും തമ്മിൽ ഒരർത്ഥ വ്യത്യാസവുമില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷയ്ക്കും അതുപോലെ 14-ൽ പറഞ്ഞിരിക്കുന്നതിനും ഒരു വ്യത്യാസവുമില്ല. ആകെയുള്ള വ്യത്യാസം 2-ല് വ്യാഖ്യാനവരമില്ലാതിരുന്നത് കൊണ്ട് ദൈവം തന്നെ തൻ്റെ മാർഗം ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വ്യാഖ്യാനം ഇല്ലായിരുന്നു കൊണ്ട് ദൈവം തന്നെ സൂപ്പർ നാച്ചുറലായിട്ട് ഇടപെട്ട് ഒരു മിറക്കിളിലൂടെ കേട്ടവർക്കെല്ലാം അത് മനസ്സിലാക്കി കൊടുത്തെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവിടെയും ഗ്ലോസയായിരുന്നു.
ഇത് തമ്മിൽ 2-ാം അധ്യായവും കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വാചകത്തിന്റെ നിർമ്മിതി അനുസരിച്ച് ഏകവചനവും ബഹുവചനവും ഉപയോഗിച്ചിരിക്കുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ചിലയിടത്ത് ബഹുവചനം, ചിലയിടത്ത് ഏകവചനം, ഒരു വാക്യത്തിൽ ഏകവചനം കഴിഞ്ഞാൽ അടുത്ത വാക്യത്തിൽ ബഹുവചനം. ഇത് ഭാഷയുടെ നിർമ്മിതി അനുസരിച്ച്, ആവശ്യമനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന. ഇപ്പം നമ്മളിങ്ങനെ പറയാമെന്ന് വിചാരിക്കുക, കേരളത്തിലുള്ളവര് രാവിലെ കഴിക്കുന്നത് പലഹാരങ്ങളാണ്. അപ്പം അവിടെ പലഹാരങ്ങളെ പറ്റത്തുള്ളൂ അല്ലേ? കാരണം കേരളത്തിലുള്ള എല്ലാവരും ഒരേ ദിവസം എന്നും പുട്ടാ കഴിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സാധാരണഗതിയിൽ എന്തുവേലും പലഹാരങ്ങളാണ് അല്ലേ? ഒരാൾ ദോശ, ഒരാൾ ഇഡലി, ഒരാൾ പുട്ട, ഒരാൾ ഉപ്പുമാവ്, പലഹാരങ്ങളാണ്. അതേസമയത്ത് ഞാൻ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് പറയാം, ജെയിംസ് വർഗീസ് പലഹാരം കഴിക്കുന്നു. എന്താ കാര്യം? അവിടെ ഞാൻ പല പലഹാരങ്ങൾ കഴിക്കുന്നില്ല. എൻ്റെ ഭാര്യ ഒരിക്കലും ഒന്നിലധികം വിഭവം ഉണ്ടാക്കി തരാറില്ല രാവിലെ. അപ്പം പിന്നെ ഞാൻ പലഹാരം കഴിക്കുന്നെന്ന് എങ്ങനെ പറയും? പലഹാരങ്ങൾ കഴിക്കുന്നെന്ന്. അതായത് ആ സെന്റൻസിന്റെ നിർമ്മിതിക്കനുസരിച്ച് ഗ്ലോസയുടെ പ്ലൂറലും സിംഗുലറും, അതുപോലെ വാക്കിന് അല്പ വ്യത്യാസം, അവസാനം ISഉം ESഉം ഒക്കെ ചേർത്ത് SOSഉം ഒക്കെ ചേർത്ത് വാക്ക് സെന്റൻസിനനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരർത്ഥ വ്യത്യാസവുമില്ല. ജെയിംസ് വർഗീസ് പലഹാരം തിന്നുന്നെന്നും തിരുമല സഭയിലുള്ള എല്ലാവരും രാവിലെ പലഹാരങ്ങളാണ് കഴിക്കുന്നതെന്നും പറയുന്ന വ്യത്യാസമല്ലാതെ, സെന്റൻസിന്റെ നിർമ്മിതിയിലുള്ള, വാചകങ്ങളുടെ നിർമ്മിതിയിലുള്ള വ്യത്യാസമല്ലാതെ ഈ പദങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. ഇനിയും ആ പൂർവ്വ പ്രത്യയങ്ങളായ അന്യ, അജ്ഞാത എന്നിവ മൂലഭാഷയിലില്ല. നമ്മൾ ഈ അന്യഭാഷ എന്നും പറഞ്ഞാണല്ലോ പ്രസംഗിക്കുന്നവരും ഖണ്ഡിക്കുന്നവരും പറയുന്നവരും എല്ലാം പറഞ്ഞു. ഈ അന്യ ഒറിജിനൽ ഇല്ലെന്നേ. അജ്ഞാത എന്നുള്ളതൊന്നും ഒറിജിനൽ ഇല്ല. അതൊക്കെ ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്ത ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. അതിനാകെ അപവാദമുള്ള അപ്പോസ്തലപ്രവൃത്തി 2 പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ അതർ ലാംഗ്വേജസ് എന്നൊരു അതർ ചേർക്കുന്നുണ്ട്. അതൊരു അഡ്ജക്റ്റീവാണ്, നാമവിശേഷണമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുക, മെലിഞ്ഞ ആന, മെലിഞ്ഞാന എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഉണ്ടോ? അതുപോലെ അതർ ടങ്സ് എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടോ? മറ്റു ഭാഷ എന്ന് പറയുന്ന നാമത്തെ മോഡിഫൈ ചെയ്യാനായിട്ട് അതർ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. മെലിഞ്ഞാന എന്നൊരു ആനയില്ല, ആന മാത്രമേ ഉള്ളൂ. അപ്പം ആകെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാത്രം ഒരിടത്ത് ആ അതർ എന്നുള്ള പദം കാണുന്നുണ്ട്. എന്നാൽ ഇതേ സന്ദർഭത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10:46-ലും 19:6-ലും പറയുമ്പോൾ ഈ അതർ ഇല്ല. ഈ അന്യ എന്ന അല്ലെങ്കിൽ അതർ എന്ന ഒരു പ്രയോഗം ബൈബിളിലുള്ളതല്ല. ഇനിയും എല്ലാ വരങ്ങളും പൊതുപ്രയോജനത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വരം വിഭാവനം ചെയ്യുന്നേയില്ല. എല്ലാ വരങ്ങളും സഭയുടെ വളർച്ചയ്ക്കായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രസന്റേഷനിലൊക്കെ പറഞ്ഞതുപോലെ സഭയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്ന വരങ്ങളെടുത്ത് സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചാൽ സഭയുടെ പിരിവുകാശ് എടുത്ത് പുട്ടടിക്കുന്ന പോലെ. ഇത് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക്, സഭകളുടെ വളർച്ചയ്ക്ക് ദൈവം ഒരുക്കിയതാണ് അന്യഭാഷ പോലുള്ളത്. അത് 1-ാം നൂറ്റാണ്ടിൽ നിന്നുപോയ വരങ്ങളാണ് അന്ന് സഭയുടെ നന്മയ്ക്ക്, അല്ലെങ്കിൽ സഭകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കിയത്. അതിൻ്റെ നന്മ ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലൂടെ അന്ന് മർമ്മങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ 1 കൊരിന്ത്യർ 12:7 നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 4:10 അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്യോന്യം ശുശ്രൂഷിക്കാനായി തന്നിരിക്കുന്ന വിഭവമാണ്. ഇത് എടുത്ത് സ്വയം പുട്ട് അടിക്കാൻ തന്നിരിക്കുന്നതല്ല. ദൈവം ഒരു ഭൗതിക ജീവി അല്ലാത്തതിനാൽ ദൈവത്തോട് സംസാരിക്കാൻ ഭാഷ ആവശ്യമില്ല. ദൈവം കൈയും തലയും വായും ചെവിയും ഒക്കെയുള്ള ഒരു ഭൗതിക ജീവിയല്ല. ദൈവം അങ്ങനെ ആയിരുന്നു എന്നോ പറ്റിയേനെ? ദൈവം ഒരു ഇരുമ്പ് കഷ്ണം പോലെ, അല്ലെ ഒരു കല്ല് പോലെ ശരീരമൊക്കെയുള്ള ഒരാളായിരുന്നു എന്നോ പറ്റിയേനെ എന്ന് പറഞ്ഞ് സർവവ്യാപിയാകാൻ പറ്റത്തില്ല. എന്നാലോചിച്ച് നോക്കിയേ, ഈ മുറി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കല്ല്, ആ കല്ല് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? സർവവ്യാപി ശരീരമുള്ളവനായാൽ, ഭൗതിക ശരീരമുള്ളവനായാൽ, തലയുള്ളവനായാൽ, കൈയുള്ളവനായാൽ, ചെവിയുള്ളവനായാൽ സർവത്തെയും നിർമാർജനം ചെയ്യും, പ്രപഞ്ചത്തെയും നിർമാർജനം ചെയ്യും. ഈ തിയോളജി എന്നൊക്കെ പറയുന്നതിൻ്റെ എന്തൊരു മനോഹരമല്ലേ. ഞാനിരുന്ന് ഇടയ്ക്ക് ദൈവത്തെ സ്തുതിക്കാറുണ്ട്.
ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ആരോടാ പറഞ്ഞേ ദൈവം ആത്മാവാകുന്നെന്ന്? ഒരു വിവരമില്ലാത്ത ശമരിയ സ്ത്രീയോടാ പറഞ്ഞേ. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൊഫൗണ്ട്നെസ്, അതിന്റെ വലിപ്പം, ആ സ്റ്റേറ്റ്മെന്റിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തിന്റെ ഗുണത്തിന്റെ ആധാരശിലയാത്. ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമൊക്കെയാണ്. അവന് വായും തലയും കൈയും ഒന്നും ഉള്ളവനല്ല. അപ്പം നമുക്ക് സംശയം തോന്നും, വേദപുസ്തകത്തിൽ അവൻ്റെ കൈകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചെവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞിരിക്കുന്നതാണ്. ദൈവ ആത്മാവാണ് എന്ന് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിൽ വേറെ ഒന്നും ദൈവത്തിനില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തില് ആന്ത്രോപ്പോമോർഫിക് എന്നൊക്കെ തിയോളജിയൻസ് പറയും, നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ദൈവത്തിന് ചെവിയില്ല. അപ്പം ഞാൻ അലുബിലു ഗുലുബിലു എന്നൊരു ഭാഷ അങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് അയച്ചാൽ അവൻ്റെ ചെവിയിൽ ഇതങ്ങോട്ട് ചെല്ലും, ദൈവത്തിനങ്ങ് മനസ്സിലാകും. ദൈവത്തിൻ്റെ ഇയർഡ്രമ്മിൽ ഇത് തരംഗങ്ങളുണ്ടാകും, അവിടെ നിന്ന് വൈദ്യുതി ബ്രെയിനിലേക്ക് പരക്കും, ദൈവത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ദൈവം എന്താ മനസ്സിലാക്കുന്നേ? നമ്മൾ അടുത്ത ഇതിലേക്ക് വരുമ്പം വായിക്കാം. ദൈവം നമ്മുടെ ചിന്തകളെ കാണുന്നവനാണ്. ദൈവം നമ്മുടെ ചിന്തകളെ കാണുന്നവനാണ്. അവൻ നമ്മുടെ ചിന്തകളെ അറിയുന്നവനാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 1 ദിനവൃത്താന്തം 6-ന്റെ 31-ന്റെ അവസാന ഭാഗം. നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരാളേ ഉള്ളൂ. ആരാ? ദൈവം. ദൈവത്തിന്റെ ഒരു കഴിവാണ്, ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ ഒരു അടയാളമാണ്. പിശാചിന് പോലും ഈ ശക്തിയില്ല കേട്ടോ. അതുകൊണ്ടാ പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാൽ പിശാചി കേൾക്കും. മനസ്സിൽ ചിന്തിച്ചാ ദൈവം കേൾക്കും. രണ്ടും കുഴപ്പമല്ലേ? മനസ്സിൽ ചിന്തിച്ചാൽ ദൈവം അറിയുന്നു. ഇനിയും അത് വാക്കായിട്ട് പറഞ്ഞാലോ പിശാചും കൂടെ അറിയുന്നു. പുള്ളി നാട്ടിൽ മുഴുവൻ നടന്ന് പറയുകയും ചെയ്യും. ദൈവത്തിന്റെ സന്നിധിയിലും ചെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെ ഹൃദയങ്ങളെ കാണുന്നവനാ ദൈവം. ഇപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? ദൈവം സംസാരിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ട് പറഞ്ഞ. ഇന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവമേ, എൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും നീ അറിയുന്നുവോ? നീ അങ്ങനെ അറിയുന്നെങ്കിൽ ഞാൻ എത്ര ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് നയിക്കേണ്ടത്. എനിക്ക് അസൂയ തോന്നിയാൽ, എനിക്ക് പക തോന്നിയാൽ, എനിക്ക് പിണക്ക് തോന്നിയാൽ, എനിക്ക് ക്രോധം തോന്നിയാൽ, എനിക്ക് ശാഠ്യം തോന്നിയാൽ, ദന്തപക്ഷം തോന്നിയാൽ, മ്ലേച്ഛ ചിന്ത തോന്നിയാൽ, ഇത് മുഴുവൻ ദൈവം കാണും. ഇപ്പം നമ്മൾ എത്ര സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ എത്ര ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങളോട് വായിക്കാം. ആ സങ്കീർത്തനങ്ങൾ 139-ന്റെ 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ആഹാ, ദൈവം നമ്മുടെ നിരൂപണങ്ങള് ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനാണ്, അകലെ നിന്ന് ഗ്രഹിക്കുന്നവനാണ്. അപ്പം ദൈവത്തിന് നമ്മൾ അന്യഭാഷയിൽ ഹലാബുല ടെലഗ്രാം അയക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ദൈവത്തിന് ഭാഷ വേണോ? നമ്മൾ ഭാഷയെ പറയുന്നത് പോലും ദൈവം കേൾക്കുന്നത് ഭാഷയിലല്ല, നമ്മുടെ ചിന്ത തന്നെ ദൈവം ഗ്രഹിക്കുക. 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ, അവിടെ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. നാവിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പേ ദൈവത്തിന് മുഴുവനും അറിയാം, സമ്പൂർണമായിട്ടും അറിയാം.
94:11. മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവയെ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ട. മനുഷ്യന്റെ വിചാരങ്ങൾ യഹോവയെ അറിയുന്നു. ദൈവത്തിന് നമ്മുടെ സകല വിചാരങ്ങളും അറിയാം. അതുകൊണ്ട് ദൈവത്തിന് ഒരു ഭാഷയെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒന്നും വലിയ സാഹിത്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ദൈവത്തിന് ഈ ഭാഷയിലൊന്നും ഒരു വിശ്വാസമുള്ള ആളല്ല. ദൈവം നമ്മുടെ നിരൂപണങ്ങളെ തന്നെ അറിയുന്നവനാണ്. ഇവിടെ ഒരുപാട് വാക്യങ്ങളുണ്ട്. കാണുന്നവനാണ്, അകലെ നിന്ന് ഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിന് ഭാഷയുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടൊരു കോഡ് ഭാഷ ദൈവത്തിന് ആവശ്യമേ ഇല്ല. ദൈവം നമ്മുടെ ചിന്തകൾ കാണുന്നവനാണ്. പിന്നെ ദൈവത്തിന് ഇങ്ങോട്ട് പറയണേ എന്നാ ചെയ്യുന്നേ? ഹി ഇംപ്രസസ് ഹിസ് തോട്ട്സ് ഡയറക്ട്ലി ടു അവർ ഹാർട്ട്സ്. അവൻ തൻ്റെ ചിന്തകള് നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുക. ഇങ്ങോട്ട് ടെലഗ്രാം അടിക്കുന്ന കൂട്ടത്തിലല്ല ദൈവം. ഇങ്ങോട്ട് നമുക്ക് ടെലഗ്രാം അടിക്കുക, അന്യഭാഷയിലോ അന്യമല്ലാത്ത ഭാഷയിലോ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യം ദൈവത്തിനില്ല. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് അത് പതിപ്പിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി വായിക്കണമെന്നില്ല. 10-ാം അധ്യായത്തില് 11, 14, അതുപോലെ 5:7 ഇവിടൊക്കെ പത്രോസിനെ ദൈവം തുപ്പട്ടി അയച്ചു കൊടുക്കുന്നതാണ്. അവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറവാണ്, കാണിച്ചു കൊടുക്കുകയായിരുന്നല്ലേ. അപ്പം ദൈവത്തിന് വാക്കുകൾ ആവശ്യമില്ലല്ലേ. അതുപോലെ തന്നെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 12:12 നിങ്ങളെ കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലാക്കി തന്നോളാം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊള്ളാം, പറഞ്ഞുതരാമെന്നല്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ അത് നിക്ഷേപിക്കുകയാണ്. സംഖ്യാപുസ്തകം 23:3-5 ബിലെയാമിന്റെ ഹൃദയത്തിലാക്കി കൊടുക്കുക, നാവിന്മേലാക്കി കൊടുക്കുക. വാക്കുകളായിട്ട് ദൈവം ഒന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള അനേക ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന് പറയാനുള്ളത് അവൻ അന്യഭാഷയിലൂടെ ഏതോ ഭാഷയിലൂടെ നമുക്ക് പറഞ്ഞു തരിക അല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. ഇനിയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ 14:26 വായിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നേ? യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അല്ലാതെ പുതിയ പ്രസംഗം നമ്മളോട് ചെയ്യുകയല്ല. ഇനിയും ഭക്തിപൂർവമായ ജീവിതത്തിന് വചനത്തിന് പുറമെ അഭൗമിക വരങ്ങൾ പോലെയുള്ളത് നല്ലതല്ലേ? അന്ന് നമ്മൾ ചിന്തിച്ച പോലെ ദോശയുടെ കൂടെ ചട്നിയാണ് കറി, ചില സാമ്പാറൂടെ കിട്ടിയാൽ നല്ലതല്ലേ? ഭക്തി പുരസരമുള്ള ജീവിതത്തിന് ദൈവം നമുക്ക് ബൈബിള് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ ടൂൾസ് കൂടെ തന്നാൽ നല്ലതല്ലേ? ഇതാണ് ചോദ്യം. അന്യഭാഷ ഇന്നും ഉണ്ടെങ്കിൽ ഇന്നും മർമ്മങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുക. 14:2-4 വാക്യങ്ങൾ നോക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവന് ആത്മാവിൽ മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും അന്യഭാഷ ഉണ്ടെങ്കിൽ ഇന്നും മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നും മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബൈബിൾ അപൂർണമാണ്. കാരണം മർമ്മങ്ങൾ രേഖപ്പെടുത്തിയേക്കുന്ന പുസ്തകമാ ഈ ബൈബിള്. എന്നും പുതിയ പുതിയ മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, എന്നും പുതിയ പുതിയ സത്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്താത്തത്, ഇന്നലെ വരെ വെളിപ്പെടുത്താത്തത് ഇന്ന് പുതിയത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവം ഇന്നും വെളിപ്പെടുത്തുകയാണെങ്കിൽ ഈ ബൈബിൾ അപൂർണമാണ്. അപ്പൊ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് വെച്ച് പുതിയ പേജൊക്കെ ചേർത്ത് നമ്മൾ ബൈൻഡ് ചെയ്തെടുക്കണം. അത് ഓരോ മാസമെങ്കിലും പുതിയൊരു ബൈബിള് നമ്മൾ ഇറക്കേണ്ടി വരും. കാരണം പുതിയ പുതിയ അന്യഭാഷകൾ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? കർത്താവ് പത്രോസിനോടൊക്കെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോന്ന് എന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള വലിയ അന്യഭാഷ കിടക്കുന്നിടത്ത് നമ്മൾ ഇന്ന് ചോദിക്കണം, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? വല്ല പുതിയ മർമ്മങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പുതിയ മർമ്മങ്ങൾ ഇന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നും വെളിപ്പാടിന്റെ കാലമാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ വെളിപ്പെടുത്തലുകളോടൊപ്പം പുതിയ വെളിപ്പെടുത്തലുകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ അപൂർണമാണ്. ബൈബിൾ അപൂർണമാണെങ്കിൽ ഒരു വിശ്വാസി വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. ഈ ബൈബിൾ ഇല്ലേ പിന്നെ എന്നാ ചെയ്യുന്നത്? സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. ഇതൊക്കെ പറയുന്നുള്ള വലിയ പ്രശ്നം അതാ. ഇവരൊക്കെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ വലിയൊരു മലയാളിയായ പാട്ടുകാരനുണ്ട്.
അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ശബരിമലയിൽ പോയി കുഞ്ഞിനെ കിട്ടിയെന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അനുഭവത്തിൻ്റെ ദൈവശാസ്ത്രം ഇല്ല. അങ്ങനെ ഒരു ദൈവശാസ്ത്രം ഉണ്ടാക്കാൻ നമ്മളോട് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവവചനമനുസരിച്ചുള്ള ദൈവശാസ്ത്രം ഇത് ഒബ്ജക്റ്റീവാണ്. ആര് വായിച്ചാലും ശരിയായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താം. ആദ്യം ഇച്ചിരി സംശയമൊക്കെ വന്നാലും ശരിക്കും വിശകലനം ചെയ്ത് അതുപോലെ മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താം. ഞാനല്ലാതെ അന്യ വിഗ്രഹം നിനക്ക് ഉണ്ടാകരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സബ്ജക്റ്റീവായിട്ടുള്ള ഒരു അനുഭവം വേണ്ട, അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു അനുഭവം വേണ്ട. നമുക്കതിൻ്റെ അർത്ഥം ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഏത് മനുഷ്യനും ആ തീരുമാനത്തിലേക്ക് വരാം. ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ കഠിനമാകും. അത് കുറച്ചുകൂടെ ധ്യാനിക്കുക, വായിക്കുക, പഠിക്കുക, അങ്ങനെ കാലക്രമേണ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അറിയുന്നവരുടെ അടുത്ത് ചെന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം വേദപുസ്തകം പഠിക്കുന്നത് സബ്ജക്റ്റീവായിട്ടല്ല, വ്യക്തിനിഷ്ഠമായിട്ടല്ല, എനിക്ക് തോന്നിയ പോലെ അല്ല. 2 തിമോഥെയോസ് 3:16 പറയുന്നുണ്ടല്ലോ, ഇത് ആരുടെയെങ്കിലും പ്രൈവറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചല്ല ഈ തിരുവചനം വന്നേക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് വളരെ ഒബ്ജക്റ്റീവായിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നേക്കുക. അപ്പം ഇവർ പറയുന്ന പോലെ ആണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടി വരും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പുതിയ ഒരു പ്രവചനം പറയും, പിന്നെ അതനുസരിച്ച് ജീവിക്കണം. പിന്നത്തെ ദിവസം വേറൊരു പ്രവചനമായിരിക്കും, അതനുസരിച്ച് ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലഡിനെ പ്രവചിച്ച പ്രവാചകൻ പറഞ്ഞതുപോലെ ബൈബിളിൽ അനുഗ്രഹമായിട്ട് കൊടുത്തേക്കുന്ന വാക്യം കേട്ടപ്പം പുള്ളിക്ക് അത് മനസ്സിലായില്ല. പുള്ളി അത് കേരളത്തിന് വരാനുള്ള ഒരു ശാപമായിട്ടൊക്കെ അങ്ങോട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറഞ്ഞു, കേരളത്തിൽ മഴ പെയ്യാൻ പോകുന്നുണ്ട്, വിശ്വാസികൾക്ക് ഒരാൾക്കും ഒരു പ്രശ്നവും വരികയില്ലെന്ന്. പക്ഷെ നമുക്കറിയാം എത്രയോ വിശ്വാസികൾ മരിക്കാനായിട്ടും ഇടയായി. ഓക്കെ, ഇനിയും പരിശുദ്ധാത്മാവും കർത്താവും പറഞ്ഞ കാര്യങ്ങളുടെ വചനം അടിസ്ഥാനത്തിൽ ഉപദേശിച്ച് നടത്തുന്നതിനാൽ വചനം പൂർണ്ണം, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അസാധ്യം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളുടെ, പരിശുദ്ധാത്മാവും കർത്താവും പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് നടന്നാൽ ഈ പൂർണ്ണമായ വചനമനുസരിച്ച് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഇതിനകത്തുണ്ട്. ഇനിയും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അസാധ്യമാണ്. കാരണം ഓരോരുത്തരും പറയുന്ന അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഗതികേടാണ്. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം അസാധ്യമാണ്. അതിൻ്റെ കുഴപ്പങ്ങളായി ശാപം മുറിക്കലും പാപം മുറിക്കലും രോഗശാന്തികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ രോഗശാന്തികളാണ്. ഞാൻ ഈയിടെ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, ശരിയാ, നിങ്ങൾക്ക് വലിയ അഭൗമിക വരങ്ങളൊക്കെ ഉണ്ട്, രോഗശാന്തിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഡയബറ്റിക്സുകാരും കാണത്തില്ലല്ലോ, ശരിയല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഹാർട്ട് പ്രശ്നമേ ഇല്ല, ക്യാൻസറേ ഇല്ല, ഒരാൾ പോലും മരിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ സെമിത്തേരി നിങ്ങൾ ഒരുപക്ഷെ വിറ്റ് കാണും, കാരണം ആവശ്യമില്ലല്ലോ. വരപ്രാപ്തരുണ്ട്, മരിച്ചവർക്കൊരു ഗുണമുണ്ട്, അവരുടെ വിശ്വാസം പ്രധാനമല്ല, അല്ലേ? രോഗശാന്തി വന്നില്ല നമുക്ക് പറയാം, നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. മരിച്ചവനോട് അത് പറയാൻ പറ്റുമോ? നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? വരവുണ്ടെങ്കിൽ അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ പോരെ? സബ്ജക്റ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള അനേക ദുരുപദേശങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ ആഞ്ഞടിക്കുന്നത് മിമിക്രിക്കാർക്ക് ചിരിക്കാൻ കൊടുക്കാൻ വേണ്ട വക കിട്ടാനായിട്ട് മാത്രമല്ലാതെ ആത്മീയമായിട്ട് തെല്ലും സഹായിക്കുന്നില്ല. ഇത് ഒരു വലിയ അപകടം തന്നെയാണ്. ബൈബിൾ അപൂർണമാണെങ്കിൽ ക്രിസ്ത്യാനിത്വം അർത്ഥശൂന്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ബൈബിളിനെ എങ്ങനെയാ ബാധിക്കുന്നെന്ന് നമുക്ക് ഒരു വീഡിയോ കേൾക്കാം. ഈ ബൈബിൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പോഷക്കാണ്. കാരണം ബൈബിൾ എന്തിനാ അച്ചടിച്ച് എല്ലാവരും കൊണ്ട് കൊടുക്കുന്നത്? ദൈവത്തിൽ ബൈബിൾ വായിച്ച് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പൊ അത് ചെയ്യണമെന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്ന ആളെ എന്നെ കാണും, ഞാൻ നോക്കട്ടെ അയാൾ എന്തുമാത്രം മാറിയെന്ന്. ഇവിടെ നല്ലപോലെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരുമാതിരി ബോധമുള്ളവർ തന്നെ ഈ ബൈബിൾ വായിച്ച് ഒരു കുന്തവും മനസ്സിലാകത്തില്ല. റാൻഡമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പേടിച്ച് അടച്ചു വെച്ചു പോകും. ഈ ഏത് ഭാഗം കിട്ടുന്നത്, ചില ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തെറിയായിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്, അല്ലാതെ ഇത് കൊടുത്തിട്ടൊന്നും ഒരു വിശേഷവും ഇല്ല. നമ്മള് ഇപ്പൊ കാലങ്ങൾ കഴിഞ്ഞു, യേശുക്രിസ്തു വന്നു, ഈ ഭൂമിയിൽ നിന്ന് പോയി, കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാൻ ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ബൈബിളാണ്.
അപ്പൊ ബൈബിളിൽ കൂടെയാണ് നമ്മൾ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദൈവിക ജീവൻ നമ്മൾ പ്രാപിക്കുകയും അല്ലെങ്കിൽ യേശുവുമായിട്ടൊരു ബന്ധം. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തെ നോക്കിയാലോ ഒക്കെ ദൈവത്തിന്റെ കരവിരുന്നൊക്കെ കാണാൻ പറ്റുമെങ്കിലും യേശുവുമായിട്ടൊരു ബന്ധം, യേശു പറഞ്ഞ വാക്കുകളൊക്കെ ഇതെല്ലാം നമ്മൾ അറിയുന്നത് ബൈബിളിൽ കൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതാ പറഞ്ഞത്, അത് തെറ്റായ ഒരു ക്രിസ്ത്യാനിറ്റിയാണ്. ബൈബിൾ ബേസ്ഡ് ക്രിസ്ത്യാനിറ്റി ചർച്ച് ബേസ്ഡ് ആയിരിക്കണം. സഭയിലാണ് ദൈവത്തിന്റെ ജീവനുള്ളത്. യേശുക്രിസ്തു സ്ഥാപിച്ച ഒരു സഭയുണ്ട്. ആ സഭയിൽ ജോയിൻ ചെയ്യേ. ആ സഭയിൽ നിന്ന് മാത്രമേ ജീവൻ വരത്തുള്ളൂ, അല്ലാതെ ബൈബിളിൽ നിന്നല്ല ജീവൻ വരുന്നത്. കർത്താവ് സ്ഥാപിച്ച സഭ അവിടെ നിൽക്കുമ്പം ആ സഭ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഈ പുസ്തകം മതി എന്ന് പറയുമ്പം പോയില്ലേ. അല്ല, പുസ്തകവും സഭയും രണ്ടായിട്ട് മാറുമോ? രണ്ടായിട്ട് മാറ്റിയല്ലോ. സഭയിൽ നിന്ന് പുസ്തകം എടുത്തോണ്ട് പോകുന്നില്ലേ. അപ്പൊ നമ്മൾ സഭയിൽ നിന്ന് പുസ്തകം എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് പോയി. അപ്പൊ നമ്മൾ യേശു പറഞ്ഞ കാര്യമുണ്ടെന്ന് പറഞ്ഞ ആ പുസ്തകത്തിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് യേശു തന്നെ പറയും അതിനകത്ത് ജീവൻ ഇല്ലടാ പോയത്. അല്ല, അത് പുതിയ നിയമത്തെ ഉദ്ദേശിച്ചാണോ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പഴയ നിയമ പ്രമാണത്തെ വെച്ചോണ്ടല്ലേ പറഞ്ഞത്? പഴയ നിയമ പ്രമാണത്തിനാണ് പുതിയ നിയമ പ്രമാണത്തെക്കാൾ ഓതന്റിസിറ്റി ഉള്ളത്. കാരണം പുതിയ നിയമ പ്രമാണത്തിന്റെ ഓതന്റിസിറ്റി എന്നതാ? അല്ല, ഈ എബ്രാഹിം പറയുന്ന പോലെ പണ്ട് ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അന്ത്യകാലത്ത് പുത്ര നിമിത്തം അരുളി ചെയ്തു. പക്ഷെ ആ പുത്ര നിമിത്തം അരുളി ചെയ്തത് നമുക്കിന്ന് അറിയാൻ കഴിയുന്നത് കൂടുതലും ആ യേശുക്രിസ്തു നിമിത്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ കൂടെ അല്ലേ. ഇത് പഠിച്ചു കഴിയുമ്പോ ഈ ബൈബിളിന്റെ യാതൊരു ആധികാരികതയില്ല, വാലിഡിറ്റി ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും ആ വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്. നിരീശ്വരവാദികളാണ്. എന്തുകൊണ്ട് യൂറോപ്പിലൊക്കെ ആളുകൾ നിരീശ്വരവാദികളായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വെറും ചവറ് പുല്ലാന്ന് അവർക്ക് മനസ്സിലായി. ഇത് വെറും ചവറും പുല്ലുമാണ് സഹോദര. സഭയെ കൂടാതെ ഈ പുസ്തകത്തിന് ഒരാധികാരികതയില്ല. ഇത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളാ. ഇനി അങ്ങോട്ട് പറയുന്നത് പുതിയ നിയമം ചവറാണെന്ന് വരെയാ. അതിന് ഓരോ ഓതന്റിസിറ്റിയും ഇല്ല, ആധികാരികതയില്ല. സഭയ്ക്കാ ഉള്ളത്. എന്താ കാര്യം? സഭയില് ഇന്നും വെളിപ്പാടിനും അന്യഭാഷയും മർമ്മങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് യൂട്യൂബിൽ കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. വളരെ സീനിയർ ആയിട്ടുള്ള 2 പാസ്റ്റർമാരാണ് ഇവര്. അതില് ആ ചെക്ക് ഷർട്ടിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഈ തിരുവചനം പുതിയ നിയമം എന്ന് പറയുന്നത് വെറും ചവറ, അതിനകത്തങ്ങ് ഒന്നുമില്ല. സഭയിലാ കാര്യം. പിന്നെ സഭ ഇത് ഉപയോഗിക്കാമെങ്കിൽ അതിന് കുറച്ചൊക്കെ വിലയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വിലയില്ലെന്നാ പറയുന്നത്. ഇതെവിടുന്നാ വന്നേ ഇങ്ങനൊരു വീക്ഷണം? ഇങ്ങനൊരു വീക്ഷണം ഞങ്ങൾക്ക് ഇന്നും വെളിപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഇന്നും ദർശനമുണ്ട്, ഞങ്ങളോട് ഇന്നും മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പുതിയ നിയമം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്നുള്ള ചിന്തയാ. സഭയാണ് പ്രധാനം. ആ സഭയില് വരപ്രാപ്തരനേകരുണ്ട്. അവരിലൂടെ ഇന്നും വെളിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണോ സത്യം? തിരുവചനം പോലെ പുതിയ നിയമം പോലെ ആധികാരികതയുള്ള ഒരു ഗ്രന്ഥമുണ്ടോ? ഈ പുതിയ നിയമം എങ്ങനെയാണ് കാനോനികമാക്കിയത്? അത് കാനോനികമാക്കിയത് അന്നുള്ള സകല സ്ക്രിപ്ചറുമായിട്ട് ചേർത്ത് താരതമ്യപ്പെടുത്തിയാണ്. പഴയ നിയമത്തോടും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനോടും താരതമ്യപ്പെടുത്തിയാണ് ബാക്കിയെല്ലാം വചനമാണെന്ന് സ്വീകരിച്ചത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും അത്ഭുതങ്ങൾ ചെയ്തവരും എഴുതിയതാണെന്നുള്ള അടിസ്ഥാനത്തില്, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വചനമായിട്ട് അംഗീകരിച്ചത്. കൺഫർമേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ നമ്മൾ നേരത്തെ കേട്ടതാ. മാത്രമല്ല ഇത് സഭകള്, അന്നത്തെ സഭകള് ഈ വചനം പറഞ്ഞു കേട്ടവര്, വെളിപ്പെടുത്തി കേട്ടവര്, മർമ്മങ്ങളായിട്ട് വെളിപ്പെടുത്തപ്പെട്ടപ്പോഴ് വ്യാഖ്യാനമായിട്ട് കേട്ടവര്, പ്രവചനമായിട്ട് വെളിപ്പെടുത്തിയപ്പോഴ് നേരിട്ട് കേട്ടവര്, ഇങ്ങനെ കേട്ടവര് തെരഞ്ഞെടുത്താണ് ഈ വചനം ഉൾപ്പെടുത്തിയത്. ഇതുപോലെ ഒതന്റിസിറ്റിയുള്ള ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല. പക്ഷെ ഇദ്ദേഹം പറയുക, ഇതിനൊരു ഒതന്റിസിറ്റി ഇല്ല, സഭയിലാ സകലതുമെന്ന്. എന്താ കാര്യം? ഇങ്ങനെയുള്ള പഠിപ്പിക്കലൊക്കെ വളരെ ദുഃഖകരമാണ്. എനിക്ക് കേട്ടപ്പം ഭയങ്കര ദുഃഖം തോന്നി. തിരുവചനത്തെക്കുറിച്ച് അത് വെറും ചവറാണ് എന്ന് പോലും ഒരു പാസ്റ്റർ പറയത്തക്ക വിധത്തില് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്?
ഞങ്ങൾക്ക് എന്നും വലിയ മർമ്മങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്നും ഞങ്ങൾക്ക് പ്രവചനമുണ്ട്, എന്നും അന്യഭാഷയുണ്ട്, എന്നും രോഗശാന്തി പോലുള്ള അഭൗമിക വരങ്ങളുണ്ട്, ജ്ഞാനമുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്നൊക്കെ പറയുന്നത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന അഹങ്കാരമാണ്. വാസ്തവത്തില് ഇങ്ങനെയുള്ള ഉപദേശങ്ങള് സഭയെ തകർക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ടൂൾസാ. പറയുന്നവര് ചിലപ്പോ അറിയുന്നില്ലായിരിക്കും. ഒരു സൈക്കോളജിക്കലായിട്ട് കുറെ നാൾ കാത്തിരുന്ന് ഇത് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അന്നേരം സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് കിട്ടിയതായിരിക്കാം അവർക്ക്. തുമ്പിതുള്ളലിന് ഒരു കുഞ്ഞിന്റെ ചുറ്റുമിരുന്ന് അനേകര് കൈകൊട്ടി പാട്ടുപാടി കഴിയുമ്പോൾ അവൻ വെളിച്ചപ്പാടിനെ പോലെ അതും ഇതും പറഞ്ഞു തുള്ളുന്നത്, അത് അവൻ അറിയാതെ അവനിൽ വരുന്നതാണ്. തമ്പാറടിച്ച് കയറ്റി വലിയ ഹൈ വോൾട്ടേജ്, വലിയ ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ ചില അസ്പൃശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് വെറും മനഃശാസ്ത്രപരമായിട്ടുണ്ടാകുന്ന. അവരുപോലും അറിയുന്നില്ല ഇതിന്റെ ദൂഷ്യത്തെക്കുറിച്ച്. ഇത് വചനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ്, രക്ഷാവചനത്തെ നിർവീര്യമാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നേരത്തെ നിർത്തണമെന്ന് തീരുമാനിച്ചു. 2 ചോദ്യോത്തരങ്ങൾക്കും അല്പം സമയം വേണമല്ലോ എന്ന് ആഗ്രഹിച്ചു. അപ്പൊ നമുക്കിന്ന് കുറച്ച് സമയം ചോദ്യോത്തരത്തിന് വേണ്ടി ഉപയോഗിക്കാം. റെഡി? ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ചോദ്യങ്ങൾ ഇനിയും പറയാൻ കുറെ കാര്യങ്ങളൂടെ ഉണ്ട്. ഞാൻ കൃപാവരങ്ങൾ പൊതുവായിട്ട് പരിശുദ്ധാത്മാവ് പകർത്തു. അപ്പോൾ ഇത് ആ വ്യക്തിയുടെ ഏതെങ്കിലും സവിശേഷതയെ അനുസരിച്ചല്ല കൊടുക്കുന്നത്. അതെ അതെ, വ്യക്തികളെ അവരുടെ നിലവാരമനുസരിച്ചല്ല പൊതുജനത്തിനായിട്ട് ദൈവം നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും പകർത്തു കൊടുക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വചനം പഠിപ്പിക്കുന്ന വരം സഹോദരിമാർക്കുണ്ടോ? അങ്ങനെയുള്ള വരം കൊടുത്താൽ അത് സഭയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? അത് പൊതുപ്രയോജനത്തിന് പ്രയോജനപ്പെടുമല്ലോ? തീർച്ചയായിട്ടും. അതായത് ഈ വരങ്ങൾ കൊടുക്കുന്നത് ആരുടെയും ഗുണമോ സ്വഭാവവിശേഷമോ ആത്മീയ പക്വതയോ ഒന്നും നോക്കിയല്ല. മറിച്ച് ദൈവം ഓരോരുത്തരെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. ശുശ്രൂഷ സംബന്ധിച്ച് ദൈവത്തിന് ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിതപ്രായമാകത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കത്തക്ക വിധത്തിലാണ് ദൈവം നമുക്ക് വരങ്ങൾ നൽകുന്നത്. അത് സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാം അവരുടെ ശുശ്രൂഷ അനുസരിച്ച് നൽകിയിട്ടുണ്ട്. വരങ്ങൾ നൽകാത്ത ആരും ഇല്ല, സഹോദരനുമില്ല സഹോദരിയുമില്ല. സഹോദരന്മാരുടെ പോലെ തന്നെയുള്ള ശുശ്രൂഷ സഭയിലും സമൂഹത്തിലും സഹോദരിമാർക്കും ഉണ്ട്. നമുക്കറിയാം, ഓരോ കുഞ്ഞിനെയും വളർത്തി എടുക്കുന്ന ചുമതല സഹോദരിമാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കാലത്താണ് അവർക്ക് സ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന കാര്യത്തിലുമൊക്കെ അവരൊരു വലിയ പങ്കാണ് വഹിക്കുന്നത്. അപ്പം ഓരോ ക്രിസ്ത്യാനിയും കരിപ്പിടിപ്പിക്കുന്നതിൽ സഹോദരിമാർക്ക് വലിയൊരു പങ്കുണ്ട്. പിന്നെ അന്നത്തെ സഭകളിൽ നമ്മൾ ശുശ്രൂഷക്കാരത്തികളെ കാണുന്നുണ്ട്, ഡീക്കനസസ്. അപ്പോൾ അവര് പൊതുസഭയിൽ തന്നെ പല ശുശ്രൂഷകളും ചെയ്തിരുന്നു. അപ്പോൾ ആ ശുശ്രൂഷകൾ ചെയ്യാൻ ആവശ്യമായ കൃപാവരങ്ങൾ അവർക്കും നൽകുന്നുണ്ട്. അപ്പം സഭയിൽ എല്ലാവർക്കും കൃപാവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഒരു വരം എല്ലാവർക്കും കൊടുക്കുക എന്നൊരു സ്കീം ബൈബിളിൽ ഇല്ല. ഒരു വരം തന്നെ എല്ലാവർക്കും കൊടുക്കുക. പലരും പറയും അന്യഭാഷ എന്ന് പറയുന്നത് ആത്മപ്രാവണത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണെന്ന്. അങ്ങനൊരു അടയാളവരമേയില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തരുടെ ശുശ്രൂഷ അനുസരിച്ച് പകുത്തു കൊടുക്കുക. അപ്പം അതുകൊണ്ട് അന്ന് നമ്മൾ ഓർത്തതുപോലെ എന്നിലുള്ള കൃപാവരം ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ജ്വലിപ്പിച്ച് സഭയെ ശുശ്രൂഷിക്കാൻ
നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മടിയോ അലസത കൊണ്ടോ നമ്മളെ ഏൽപ്പിച്ച കൃപാവരം ഉപയോഗിക്കാതിരിക്കുന്നത് പാറാവിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ പാറാവ് സമയത്ത് ഉറങ്ങുന്നത് പോലെ കുറ്റകരമാണ്. ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ നമ്മളിൽ ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ വലിയ ഒരു പാപമാണ്. കാരണം ദൈവം വലിയ പ്രതീക്ഷയോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. മാത്രമല്ല, ഇല്ലാത്ത കൃപാവരങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ അതും വലിയ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എനിക്ക് ഏത് കൃപാവരം ദൈവം തന്നിരിക്കുന്നു എന്ന് സ്വയം പരിശോധിച്ച് പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച് ആ കൃപാവരം സഭയുടെ നന്മയ്ക്കായിട്ട് സഹോദരന്മാരും സഹോദരിമാരും ഒരുപോലെ ഉപയോഗിക്കണം. എനിക്കുള്ള കൃപാവരം ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും എൻ്റെ താഴ്മയുടെ അടയാളമാണെന്ന്. അല്ല, അത് താഴ്മയുടെ അടയാളമല്ല, അനുസരണക്കേടിൻ്റെ അടയാളമാണ്. ചോദ്യങ്ങൾ? ഇനി അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും ഒരു യുഗം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യോവേൽ പ്രവചനത്തിലെ 2-ാം അധ്യായത്തിലെ കാര്യങ്ങൾ അവിടെ നടക്കുന്നെന്ന് പറയുന്നുണ്ട്. അതായത് ഇസ്രയേലിൻ്റെ പുനഃസ്ഥാപനവും അവര് പുതുഭാഷകളിൽ സംസാരിക്കുന്നതുമൊക്കെ അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം 10-ാം അധ്യായം വരെ സഭയെന്ന് പറയുന്നത് യഹൂദ സഭയാണ്. 10-ാം അധ്യായത്തിൽ യഹൂദ സഭ വിസ്മൃതിയിലേക്ക് പോയിട്ട് എല്ലാവരുമുള്ള സാർവലൗകിക സഭ വരിക. ശരിക്കും അതിൻ്റെ മിഷന്റെ ഉദ്ഘാടനം കൊർന്നെല്യോസിന്റെ ആ കൺവേർഷനോടുകൂടെ ആണെങ്കിൽ പോലും ശരിക്കും പൗലോസിനെയും ബർന്നവാസിനെയും ജാതീയ ശുശ്രൂഷയിലേക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ൽ പ്രാർത്ഥിച്ചയക്കുന്നതോടുകൂടെയാണ് ആ യഹൂദ സഭയുടെ അസ്തമയം. പക്ഷേ ഈ സഭ അവിടെ അസ്തമിച്ചു എങ്കിലും ഇനിയും വീണ്ടും ഉയർക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും യഹൂദന്മാർ മുഴുവനും കൂടെ കർത്താവിലേക്ക് മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അന്ന് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വർദ്ധിതമായിട്ട് അത്ഭുതകരമായിട്ട് യഹൂദ ജനങ്ങളിലേക്ക് വരികയും അവർക്കെല്ലാം ഉറപ്പായിട്ട് യെസ് ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസരം വരുന്നുണ്ട്. ലോകത്തിൽ വളരെ പ്രശസ്തമായ ഒരു നദിയുണ്ട് അമേരിക്കയിൽ. ഇത് വലിയൊരു നദിയാണ്. ഇങ്ങനെ ഒലിച്ചിങ്ങോട്ട് വന്നിട്ട് ഇടയ്ക്ക് ഇതിനെ കാണാറായിപ്പോയി. ഇത് ഭൂമിയുടെ അടിയിലേക്ക് പോയി. എന്നിട്ട് അത് കിലോമീറ്ററുകൾ, എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റർ ആണെന്ന്, താഴെ ചെന്നിട്ട് വീണ്ടും പൊങ്ങി വരും. 20 കിലോമീറ്റർ നദിയില്ല. അയ്യോ അതെവിടെ പോയി? അവിടെ അത് ഭൂമിയുടെ അടിയിൽ കൂടെ ഒഴുകുക എന്ന് പറഞ്ഞതുപോലെ യഹൂദന്റെ കാലം ആദ്യം കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഭൂമിയുടെ അടിയിലേക്കായിപ്പോയി, വിസ്മൃതിയിലായി. എന്നിട്ട് പുറത്ത് കാണുന്നത് ജാതീയ കാലമാണ്. ഇന്ന് സഭയിൽ യഹൂദനുമുണ്ട് യവനനുമുണ്ട് എല്ലാവരുമുള്ള സഭ. ഇതങ്ങോട്ട് കഴിഞ്ഞ് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞ് യഹൂദ സഭ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. അന്ന് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും അഭൂതപൂർവമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടും. താമസങ്ങളായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു, ഇതൊന്ന് നിർത്താമോ എന്നാണോ? നമുക്കെന്നാൽ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? സോ 5 ആഴ്ച എന്നെ സഹിച്ചതിന് നന്ദി. ചില ദിവസങ്ങളിൽ ഞാൻ സമയം അല്പം ഓവർഷൂട്ട് ചെയ്തു. സാധാരണ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഈ ക്ലാസ്സുകളാകുമ്പോൾ അങ്ങോട്ട് തീരാത്തതിൻ്റെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണ്. ക്ഷമിക്കണം എന്നപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും പഠിക്കാനായിട്ട് ഇടയാകട്ടെ. ഞാൻ ആ നദിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇനി ഞാൻ കുറച്ചു കാലത്തേക്ക് അപ്രത്യക്ഷമാകുകയാണ്. ഞാനും കുറച്ചു കാലത്തേക്ക് അപ്രത്യക്ഷമാകുകയാണ്. ഇനി വേറെ ആരെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. താങ്ക് യു.